നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞത് ഊട്ടോളി മഹാദേവൻ എന്ന ആന. കാറുകളും ബൈക്കും ലോറിയും ഉൾപ്പെടെ ആന തകർത്തു. ഒരാൾക്ക് പരുക്ക്. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടിവെച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ആത്മഹത്യ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നെന്ന് പരാതി. നോബി കുര്യാക്കോസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ 80 വയസ്സുകാരി ഇന്ദ്രാണിക്ക് പരിക്കേറ്റു. അയൽവാസിയുടെ ആക്രമണം മദ്യലഹരിയിൽ. പാലക്കാട്ട് KSRTC ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. HDFC ബാങ്ക് ജീവനക്കാരൻ മുഹമ്മദ് അഷ്റഫ് അറസ്റ്റിൽ. സീറ്റിൽ ഒറ്റയ്ക്കിരുന്ന യുവതിക്കരികിലെത്തി അതിക്രമം നടത്തിയെന്ന് പരാതി. മലപ്പുറത്ത് വീണ്ടും കുട്ടികളുടെ കൂട്ടത്തല്ല്. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കുറ്റൂർ KMHSൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. മർദ്ദനം റീലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തി. ആറ്റുകാൽ പൊങ്കാല സമർപ്പണം 13ാം തീയതി. വിശദമായി കടക്കുകയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്തെ ആശ്രാമം മൈതാനത്ത് കൊടി ഉയർന്നു. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം നാളെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. VV അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, 30 വർഷത്തിന് ശേഷം കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തിയിരിക്കുകയാണ്. കൊല്ലത്തെയും ആശ്രാമം മൈതാനത്തെയും ഒക്കെ ചെങ്കടലാക്കിക്കൊണ്ടിപ്പോൾ സമ്മേളനത്തിന് കൊടി ഉയർന്നിരിക്കുകയാണ്. വിവരങ്ങൾ. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലാണ് പാർട്ടി പതാക ഉയർത്തിയത്. പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാവുകയാണ്. ഇനിയുള്ളത് പ്രതിനിധി സമ്മേളനമാണ്. നാളെ CPMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തിയത്. ഇന്ന് അല്പസമയത്തിനകം CPMന്റെ സംസ്ഥാന സമിതി യോഗം ചേരും. അതായത് നിലവിലെ കമ്മിറ്റിയുടെ അവസാന യോഗം ചേരും. ആ യോഗം ചേർന്ന് നാളെ സമ്മേളന നടപടികൾ തീരുമാനിക്കും. പ്രൊസീഡിയം അടക്കമുള്ള കാര്യങ്ങൾ, ആരാണ് സമ്മേളനം നിയന്ത്രിക്കേണ്ടവർ എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നാളെ പ്രവർത്തന റിപ്പോർട്ട്, ഉദ്ഘാടന സെഷന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് MV ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള വികസനത്തിലുള്ള രേഖ, കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയുടെ തുടർച്ചയായി അടുത്ത 5 വർഷം കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമാക്കുന്ന അതിന്റെ ഒരു ചുണ്ടുപലകയായ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. അടുത്ത ദിവസം സംഘടനാ റിപ്പോർട്ട് മേൽ ചർച്ചയാണ്. സമ്മേളനത്തിലെ 3ാം ദിവസമാണ് ഈ വികസന രേഖ. ഒരു ദിവസം പൂർണ്ണമായും വികസന രേഖ ചർച്ച ചെയ്യാൻ CPM മാറ്റിവെക്കുകയാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കേരള വികസനവും മുന്നോട്ട് കൊണ്ടുപോകണം. തുടർഭരണമാണ് CPMന്റെ ലക്ഷ്യം. അത് ഉറപ്പിച്ചാണ് അവർ ഈ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർഭരണം ലഭിച്ചാൽ എങ്ങനെ സർക്കാർ മുന്നോട്ട് പോകണം, എന്താകണം സർക്കാരിന്റെ വികസന മുൻഗണന തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നമുക്കറിയാം, എറണാകുളം സമ്മേളനമാണ് CPMന്റെ നയമാറ്റം വ്യക്തമാക്കിക്കൊണ്ട് സ്വകാര്യ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങൾക്ക് നയപരമായ തീരുമാനം കൈക്കൊണ്ടത്. അത്തരത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ വികസന രേഖയിൽ ഉൾക്കൊള്ളിച്ചുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്ന് സംസ്ഥാന സമിതി യോഗം ഒരുപക്ഷെ ആ വികസന രേഖ സംസ്ഥാന സമിതിയിലും അവതരിപ്പിക്കാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വികസന രേഖയെത്തും. സംഘടനാ വിഷയങ്ങൾക്ക് ഒപ്പം തുല്യ പ്രാധാന്യം നൽകി, ഒരുപക്ഷെ അതിലും ഉപരി പ്രാധാന്യം നൽകിക്കൊണ്ട് വികസനം CPM
ചർച്ച ചെയ്യുകയാണ്. 75 വയസ്സ് എന്ന പ്രായപരിധി CPM കർശനമായി നടപ്പാക്കുമെന്ന് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. 75 വയസ്സ് പിന്നിട്ടവർ മാറേണ്ടി വരും. കൂടുതൽ പുതുമുഖങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിയിലേക്കും എത്തും. യുവപ്രാതിനിധ്യം ഉണ്ടാകും. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പതാക ഉയർത്തൽ ചടങ്ങിന് എത്തിയിരുന്നു. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. വൈക്കം മിഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കളും ഈ പതാക ഉയർത്തൽ ചടങ്ങിൽ എത്തിയിരുന്നു. ഇനി സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. വളരെ കൃത്യമായി സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യും. വളരെ കൃത്യമായി വിമർശനവും സ്വയംവിമർശനവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPMന്റെ ചർച്ചകൾ മുന്നോട്ടു പോകും. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. സർക്കാർ തുടർച്ചയായ 9ാം വർഷമാണ് പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന്റെ വികസന നയങ്ങൾ, സർക്കാരിന്റെ മറ്റു നയസമീപനങ്ങൾ, മന്ത്രിമാരുടെ പ്രവർത്തന മികവ്, പ്രവർത്തനങ്ങളിലെ വൈകല്യങ്ങൾ ഒക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യും. തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. ഏതായാലും CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു കഴിഞ്ഞു. പ്രതിനിധി സമ്മേളനമാണ് അടുത്ത നടപടിക്രമം. നാളെ അത് ആരംഭിക്കും. 9ാം തീയതിയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. പുതിയ സംസ്ഥാന സമിതിയെയും ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തേക്കാം. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുപ്പ് പിന്നീട് പാർട്ടി കോൺഗ്രസ് ശേഷമാണ് ഉണ്ടാകാറുള്ളത്. ഇന്ന് നേതാക്കൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപക്ഷേ ഈ സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുക്കും. PK ശ്രീമതിയും AK ബാലനും പോലുള്ള മുതിർന്ന നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറേണ്ടി വരും. സംസ്ഥാന സമിതിയിലും പ്രായപരിധിയുടെ പേരിൽ നേതാക്കളെ ഒഴിവാക്കും. പുതിയ കൂടുതൽ യുവാക്കൾ, കൂടുതൽ വനിതകൾ ഒക്കെ സംസ്ഥാന സമിതിയിലേക്ക് കടന്നുവരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PK ശ്രീമതിയുടെ പിൻഗാമി ആര് എന്നതും വളരെ നിർണായകമാണ്. KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ വനിതാ നേതാവാണ് PK ശ്രീമതി. അവർ ഒഴിയുമ്പോൾ പകരം സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഒരു വനിത കടന്നു വരേണ്ടതുണ്ട്. അത് കണ്ണൂരിൽ നിന്നുള്ള KK ശൈലജയാകുമോ അല്ലെങ്കിൽ CS സുജാതയോ TN സീമയെ പോലുള്ള നേതാക്കളാകുമോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും നിരവധി സംഘടനാ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. പല നേതാക്കളെയും കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളുണ്ട്. അതിലൊക്കെ ഒരു മറുപടി നേതൃത്വം പറഞ്ഞു പോകുന്നതും ഈ സമ്മേളനത്തിൽ തന്നെയാകും. VV അരുണാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 3 കാറുകളും ഒരു ബൈക്കും ആനയെ കൊണ്ടുവന്ന ലോറിയും സൈക്കിളും എന്നിവ ആന തകർത്തു. പാപ്പാനും പരിക്കേറ്റു. ആനയെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പകൽ പൂരത്തിന് കൊണ്ടുവന്നതായിരുന്നു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഇതിപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു കാലിൽ അതിൽ ചങ്ങല കുരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു ക്ഷേത്രം, ജ്ഞാനോദയ ക്ഷേത്രം, അവിടെയാണ് ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിന്റെ ഒരു കാലില് ചങ്ങല കൊളുത്തിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എലിഫന്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പോലീസും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ പ്രദേശത്ത് നിന്ന് ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് നീക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ തളയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കുളിപ്പിക്കുന്നതിനിടെ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. പകൽപൂരം നടക്കുന്ന ഇടത്തേക്കാണ് ഇതിനെ കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ കുളിപ്പിക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. പിന്നീട് ഈ പരിസരത്ത് വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. ഇവിടെ 3 കാറുകൾ അവിടെ തകർത്തിട്ടുണ്ട്. ഒപ്പം ആനയെ കൊണ്ടുവന്ന വാഹനം, ലോറി, അത് മറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഇരുചക്ര വാഹനവും തകർത്തിട്ടുണ്ട്. അങ്ങനെ വളരെ നേരം തന്നെ ഇവിടെ എന്തും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചെങ്കിലും ഒരു ശമനം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പകപ്പാടിന് ഒരു ശമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ഒരു പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് പരിക്ക വലിയ ഗുരുതരാവസ്ഥയിലുള്ളതല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എലിഫന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരു കാലിൽ ചങ്ങല കൊളുത്ത് ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങൾ തുടരുകയാണ്. ആര്യ, ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്.
കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ഗുരുതരമായി പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ചു. താടിയലിന് പരിക്കേറ്റ കുട്ടിയാനയെ പിടികൂടി ചികിത്സ നൽകാനാണ് ശ്രമം. വയനാട്ടിൽ നിന്നെത്തിയ 15 അംഗ സംഘമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഡോക്ടർ അജി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘമാണ് മയക്കുവെടിവെച്ചത്. ആന മയങ്ങി തുടങ്ങി. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കുട്ടി എത്തിയത്. ആനയുടെ ജീവൻ രക്ഷിക്കുക ശ്രമകരമെന്ന് ACF നേരത്തെ അറിയിച്ചിരുന്നു. വനത്തിലേക്ക് തുരത്തുക പ്രായോഗികമല്ലെന്നും ചികിത്സയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നും ACF B രതീഷ് നേരത്തെ പറഞ്ഞിരുന്നു. മലപ്പുറം തൃക്കലങ്കോട് കുതിരാടത്ത് 7 ആടുകളെ പുലി കൊന്നു. വെള്ളിയമ്മേൽ കരീമിന്റെ ആടുകളെയാണ് പുലി പിടിച്ചത്. പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലിഭീതിയിലാണ് മലപ്പുറം തൃക്കലങ്കോട് ഗ്രാമം. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വെള്ളിയമ്മൽ കരീമിന്റെ വീട്ടിലെ 7 ആടുകളെ കൊല്ലുകയും ഒരെണ്ണത്തിന്റെ പകുതി ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ കരീമാക്കാന്റെ വീട്ടിൽ 7ഓളം ആടുകളെ കൊന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അത് വ്യക്തമായിട്ടും ഇവിടെ സ്ഥാപിച്ച CCTVയിൽ പുലി വരുന്നതും അത് പുലി മടങ്ങിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് CCTVയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വളരെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല. ഇത്തരത്തിലുള്ള മേഖലയിൽ പോലും ഈ വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ നാട്ടുകാർ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ഈ നാട്ടുകാരുടെ ഇടയിലുണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായതിനാൽ പ്രദേശവാസികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബി അറസ്റ്റിൽ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈനി മക്കളായ അലീന, ഇവാന എന്നിവരെ കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അന്ന് തന്നെ ഷൈനിയുടെ കുടുംബം ഭർത്താവ് നോബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നോബിയുടെ ക്രൂര പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ എന്നായിരുന്നു ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് പോലീസ് നടപടി. നോബിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം ഏറ്റുമാനൂർ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 9 മാസം മുൻപാണ് 2 പെൺമക്കളുമായി ഷൈനി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. തുടർന്ന് ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതിനുശേഷം ഫോൺ വഴി ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ആത്മഹത്യയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലും നോബി ഏറ്റുമാനൂരിലെത്തിയിരുന്നതായി വിവരമുണ്ട്. ഇവരുടെ ഫോണുകളിൽ നടത്തിയ പരിശോധനയിലും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കോട്ടയം. നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. നിലമ്പൂർ CH നഗറിലെ പാട്ടത്തൊടി വീട്ടിൽ താമസിക്കുന്ന 80 വയസ്സുകാരി ഇന്ദ്രാണി ടീച്ചർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണി ടീച്ചറെ അയൽവാസി ഷാജി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ അയൽവാസികളാണ് ദൃശ്യങ്ങൾ പകർത്തിയതും ഇന്ദ്രാണിയെ രക്ഷിച്ചതും. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. മർദ്ദനത്തിൽ ഇന്ദ്രാണിക്ക് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു. പാലക്കാട് KSRTC ബസ് യാത്രക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. HDFC ബാങ്ക് ജീവനക്കാരനായ കോഴിക്കോട് കടലുണ്ടി സ്വദേശി മുഹമ്മദ് അഷ്റഫ് അറസ്റ്റിൽ. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ബസ്സിലെ സീറ്റിൽ യുവതി ഒറ്റയ്ക്കിരിക്കുന്നതിനിടെ അഷ്റഫ് അടുത്ത് വന്നിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ലൈംഗികാതിക്രമം നടത്തിയതെന്ന് യുവതി കല്ലടിക്കോട് പോലീസിനോട് പറഞ്ഞു. കേസെടുത്ത പോലീസ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്തു. ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഇനിയുള്ള 10 നാൾ തലസ്ഥാനം ഉത്സവലഹരിയിലാണ്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെ ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം.
ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നും അലങ്കരിച്ച വിളക്കുകെട്ടുകൾ ഇന്നു മുതൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. പൊങ്കാല മഹോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. ഈ മാസം 13-നാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ഇക്കുറി പ്രത്യേക ക്യൂ ഉണ്ടാകും. ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തുടക്കം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. കാപ്പുകെട്ടോടെയാണ് ആരംഭിച്ചത്. 3-ാം ഉത്സവ ദിവസം കുത്തിയോട്ട ആരംഭമാണ്. കുത്തിയോട്ടം 392 കുത്തിയോട്ടം ആയിട്ടുണ്ട്. അത് പിന്നെ 9-ാം ഉത്സവ ദിവസം പൊങ്കാല 10 മണിക്കാണ് അടുപ്പോട്ട്. അത് നേരത്തെ 1:15 തവണ നേരത്തെ. ഭക്തർക്ക് ശുദ്ധജലവും ഭക്ഷണവും ഉറപ്പുവരുത്തും. ഗതാഗത, ഫയർ, മെഡിക്കൽ സംവിധാനവും സജ്ജമാക്കും. 10 സ്ഥലങ്ങളിൽ കൂളറുകൾ സ്ഥാപിക്കും. സുരക്ഷയുടെ ഭാഗമായി 179 CCTV നിരീക്ഷണത്തിനുണ്ടാകും. പൊങ്കാലയോടനുബന്ധിച്ച് 18 സ്പെഷ്യൽ ട്രെയിനുകളും KSRTCയുടെ 700ഓളം ബസ്സുകളും സർവീസ് നടത്തും. പൊങ്കാല വിപണിയും സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ചെന്താമരയാണ് ഏക പ്രതി. കേസിൽ 100-ലേറെ സാക്ഷികളുണ്ട്. 30-ലേറെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് കുറ്റപത്രം. അതേസമയം കേസിലെ ഏക സാക്ഷി അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ വിസമ്മതിക്കുകയാണ്. പ്രതി പുറത്തിറങ്ങിയാൽ തന്നെയും വക വരുത്തുമോ എന്നാണ് ആശങ്ക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര രാമപുരത്ത് യുവാവിന് കുത്തേറ്റു. അരങ്കമുകൾ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. ഇയാളെ ആക്രമിച്ച പുന്നക്കാട് ബിനുവിനും പരിക്കുണ്ട്. ഇരുവരും ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു സംഭവം. ഉത്സവ ഘോഷയാത്രയ്ക്കിടയിൽ ഉണ്ടായ വാക്കേറ്റമാണ് ആക്രമണങ്ങൾക്കും കത്തിക്കുത്തിനും കാരണമായതെന്ന് പോലീസ് പറയുന്നു. ആലുവയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. ഒഡീഷ സ്വദേശിയായ മമത ഡിങ്കിലിന്റെ പക്കൽ നിന്നാണ് 4 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. 1 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളും പിടിയിലായി. ഇടുക്കി കുമിളിയിൽ യുവതിയെ പീഡിപ്പിച്ച ശേഷം നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശി പ്രജിത്താണ് പിടിയിലായത്. യുവതി പഠിക്കുന്ന സ്ഥാപനത്തിലെത്തിയ അമ്മയ്ക്ക് സുഖമില്ലെന്നറിയിച്ച് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ലോഡ്ജിലെത്തിച്ചാണ് പീഡനം. ഇയാളും സുഹൃത്തും പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. 2ാം പ്രതി കാർത്തിക് ഒളിവിലാണ്. ഷൊർണൂരിൽ 22-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. പാലപ്പുറം ചക്കലാക്കുണ്ട് സ്വദേശി പ്രജീഷാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. ലഹരി ഉപയോഗം ആണോ മരണകാരണമെന്നാണ് സംശയം. ഇയാളുടെ വസ്ത്രത്തിൽ നിന്നും ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ഐരവൺ സ്വദേശി അജിത്താണ് മരിച്ചത്. ഇന്നലെ രാത്രി കോന്നി പോലീസ് സ്റ്റേഷൻ റോഡിലാണ് അപകടമുണ്ടായത്. ഡിവൈഎഫ്ഐ ഐരവൺ മേഖല വൈസ് പ്രസിഡന്റാണ്. സംസ്കാരം നാളെ നടക്കും. തിരുവനന്തപുരം തമ്പാനൂർ ഫ്ളൈ ഓവറിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 10 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസ്സും KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരം പള്ളിത്തുറയിൽ 4 തിമിംഗല സ്രാവുകൾ വലയിൽ കുരുങ്ങി. 2 എണ്ണത്തിനെ വല മുറിച്ച് കടലിൽ വിട്ടു. പള്ളിത്തുറ സ്വദേശി സുനിലിന്റെ വലയിലാണ് 4 തിമിംഗല സ്രാവുകളും അകപ്പെട്ടത്. രാവിലെ 8 മണിയോടെ വല വലിച്ച് കയറ്റുന്നതിനിടെയാണ് സ്രാവുകളെ കണ്ടത്. വല മുറിച്ചതോടെ 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിൽ ജോലി ചെയ്ത ഗ്രേഡ് SI പിടിയിൽ. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഗ്രേഡ് SI പ്രകാശാണ് കസ്റ്റഡിയിലായത്. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഡോക്ടർ വന്ദനാദാസ് രോഗിയുടെ കൊലക്കത്തിക്കിരയായ അതേ ആശുപത്രിയിലാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് SI പ്രകാശാണ് മദ്യപിച്ചെത്തിയത്. അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സ തേടിയെത്തിയ രോഗിയോടുള്ള ഗ്രേഡ് SIയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ തന്നെയാണ് പോലീസിൽ അറിയിച്ചത്. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞു. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2023 മെയ്യിൽ ഡോക്ടർ വന്ദനാദാസ് ലഹരിക്കടിമയായ രോഗിയുടെ കൊലക്കത്തിക്കിരയായ അതേ ആശുപത്രിയിലാണ് സംഭവമെന്നതും ഗൌരവം കൂട്ടുന്നു. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇറങ്ങിയോടിയത് വിവാദമായിരുന്നു. ഇതിനുശേഷം പകൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രാത്രി 2 പേരുമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. ജീവനക്കാർക്കും രോഗികൾക്കും സുരക്ഷയൊരുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗൌരവത്തോടെയാണ് കാണുന്നത്.
കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലെ ഓരോ ഗ്രാമവും മനോഹരമായ കാഴ്ചകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിവിശാലമായ ജലപ്പരപ്പും മുളങ്കാടുകളും പച്ചത്തുരുത്തുകളും മനോഹാരിത പകരുന്ന കള്ളിമാലിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രാജാക്കാടിന് സമീപം പൊന്മുടി ജലാശയത്തിന് കാഴ്ചകൾ സമ്മാനിക്കുന്ന കള്ളിമാലിയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാം. മലനിരകളാൽ ചുറ്റപ്പെട്ട പൊന്മുടി ജലാശയം, പച്ചത്തുരുത്തുകൾ, ജലപ്പരപ്പിലൂടെ വള്ളം തുഴഞ്ഞ് മീൻ പിടിക്കുന്ന ഗ്രാമീണർ, അസ്തമയ സൂര്യന്റെ അഭൗമ ഭംഗി, ഇങ്ങനെ ഒട്ടനവധി കാഴ്ചകളുണ്ട് കള്ളിമാലിയിൽ. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വേഗത്തിലെത്താവുന്ന പ്രദേശമായിട്ടും അധികം സഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. മൂന്നാറിൽ നിന്നും ആനച്ചാൽ വഴി 28 കിലോമീറ്ററാണ് കള്ളിമാലിയിലേക്കുള്ള ദൂരം. ഇവിടെ പഞ്ചായത്തിന്റെ അനാവശ്യം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണ സംവിധാനത്തിന്റെ ഒരു വീഴ്ച കൊണ്ടായിരിക്കാം ഇത് ലോകഭൂപടം അറിയപ്പെടുന്ന ഈ പ്രദേശം അധികം വിനോദയാത്രക്കാർക്കാർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല. യാതൊരു സംവിധാനങ്ങളും ഇവിടെയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്താൽ ജില്ലയിലെ പ്രധാന ഗ്രാമീണ ടൂറിസം മേഖലകളിൽ ഒന്നായി കള്ളിമാലി മാറും. മനോഹര കാഴ്ചകൾക്കൊപ്പം ഇടുക്കിയുടെ തനത് കാർഷിക പെരുമയും ആസ്വദിക്കാവുന്ന പ്രദേശമാണ് ഇവിടം. ന്യൂസ് 18 ഇടുക്കി. റമദാൻ നോമ്പുകാലം ഓരോ നാടിനും ഓരോ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനുള്ള കാലം കൂടിയാണ്. നാടിന് പേര് വന്നതിന്റെ ചരിത്രമാണ് മലപ്പുറം വണ്ടൂർ തിരുവാലി പത്തിരിയാലുകാർക്ക് പങ്കുവയ്ക്കാനുള്ളത്. തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ ആലുകളാണ് കാരക്കുന്ന് തിരുവാലി പാതയുടെ ഒരു പ്രത്യേകത. റോഡ് വീതി കൂട്ടാൻ പല ആലുകളും വെട്ടിവീഴ്ത്തേണ്ടി വന്നുവെങ്കിലും ഇന്നും ഈ വേനൽക്കാലത്ത് തണൽ വിരിച്ച് യാത്രികർക്ക് ആശ്വാസം നൽകുന്ന ആലുകൾ ഒട്ടേറെ ബാക്കിയുണ്ട് ഇവിടെ. മഞ്ചേരിയിൽ നിന്നും വണ്ടൂരിലേക്ക് പോകുന്ന ഈ പാത പണ്ട് മുതൽ തന്നെ നാട്ടിലെ പ്രധാന വഴികളിലൊന്നാണ്. കാളവണ്ടികളും കാൽനടയാത്രികരും മാത്രം നിറഞ്ഞ ഒരു കാലത്ത് ഈ ആൽമരങ്ങളിൽ ഒന്നിന് താഴെ ഒരു ഉമ്മൂമ്മ പത്തിരി കച്ചവടം നടത്തിയിരുന്നു. ആ ഉമ്മൂമ്മയുടെ പത്തിരിയിൽ നിന്നാണത്രേ ഈ നാടിൻ്റെ പേര് മുളപൊട്ടിയത്. ഉമ്മൂമ്മ പത്തിരി വിറ്റ ആൽമരം പത്തിരിയാലായി. കാലങ്ങൾക്ക് മുമ്പ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറയെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സാധാരണക്കാർ ജീവിച്ചു വരുമ്പോൾ അവർ വഴിയരികിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് പത്തിരി ചുട്ട് ഒരു ഉമ്മ സേവനത്തിൻ്റെ, അതായത് സാമ്പത്തികം ഇല്ലാത്തവർക്ക് പോലും പത്തിരിയും കറിയും കൊടുത്ത് അങ്ങനെ ഒരു പത്തിരി ചുട്ട് വിൽക്കുന്ന ആൽ എന്നുള്ള രൂപത്തിൽ പത്തിരിയാൽ എന്ന് അറിയപ്പെടുകയുണ്ടായത്. അത് ക്രമേണ അത് പത്തിരിയാലായി മാറി. നോമ്പുകാലത്ത് മാത്രമല്ലായിരുന്നു ഉമ്മുമ്മയുടെ പത്തിരി കച്ചവടം. എന്നിരുന്നാലും പത്തിരി അടക്കമുള്ള പലഹാരങ്ങൾക്ക് പ്രിയമേറുന്ന ഈ കാലത്ത് ഈ നാടിന് പേര് നൽകിയ പേരറിയാത്ത ആ ഉമ്മുമ്മയെ ഓർക്കുകയാണ് പത്തിരിയാലുകാർ. ന്യൂസ് 18 മലപ്പുറം. പരിശുദ്ധ റമദാൻ കാലത്തെ ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാടാനം കുറിശ്ശിയിലെ പ്രസീദിന്റെ തണ്ണിമത്തൻ പാടത്ത് 100 മേനി വിളവ്. തുടർച്ചയായ 3-ാം വർഷമാണ് പ്രസീദും കുടുംബവും തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുക്കുന്നത്. മികച്ച കുട്ടിക്കർഷകർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ അവനികയുടെ അച്ഛനാണ് പ്രസീദ്. നിർമ്മാണ തൊഴിലാളിയായിരുന്ന പ്രസീദ് 3 വർഷം മുമ്പാണ് തൊഴിലുപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. കൃഷിയോടുള്ള താല്പര്യം കണ്ട് കുടുംബവും ഒപ്പം നിന്നു. പച്ചക്കറി കൃഷിയായിരുന്നു ആദ്യം. നെല്ലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം മാറി മാറി പരീക്ഷിച്ച് ഒടുവിൽ തണ്ണിമത്തൻ കൃഷിയിലേക്കെത്തി. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കൃഷി രീതിയാണ് പ്രസീദ് പരീക്ഷിച്ചത്. പിന്നെ അതിപ്പോ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടായിരുന്നു 3 ആള്. അവരിപ്പോ ഒന്ന് ഓഫീസർമാരാണ്. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൺ കണക്കിന് തണ്ണിമത്തനാണ് പ്രസീദിന്റെ കൃഷിയിടത്തിൽ നിന്നും വിപണിയിലേക്ക് എത്തുന്നത്. പക്കീസ, മുക്കാസ തുടങ്ങിയ 5 ഇനങ്ങളിലാണ് പ്രസീദ് കൃഷി ഇറക്കിയത്. പ്രതിസന്ധികളുണ്ടെങ്കിലും സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് കുടുംബവും ഒന്നിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ലാഭകരമെന്നാണ് ഈ യുവ കർഷകൻ പറയുന്നത്. ന്യൂസ് 18 വളാഞ്ചേരി.
സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.